വെൽക്കം ടു ദിസ് പെപ്പർ ക്യാൻഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. ചിക്കൻ പിൻവീൽസ്. ഇതൊരു ഇന്നോവേറ്റീവ് സ്നാക്ക് റെസിപ്പി ഒന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിത് കവർ ചെയ്യാനുള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് മൈദ 1 കപ്പ്, അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് എല്ലായിടവും സ്പ്രെഡ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിൽ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ റവയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഈ ക്രംബിൾ ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓയിലെല്ലാം മാവിൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം ഇൻകോപ്പറേറ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയിലുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിനിടയ്ക്ക് ഫില്ലിംഗ് നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് മാവ് ശരിയാവും. ഇനി ഒരല്പം എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. ഈ മസാലകളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടാറ്റോ കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. അല്പം വലിയ പൊട്ടാറ്റോ ആണ് കേട്ടോ. ഈ പൊട്ടാറ്റോ നന്നായിട്ട് ചിക്കനിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ലംസ് ഒന്നും പാടില്ല. അതുകൂടാതെ ഒരു പകുതി ലെമൺ കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇടാം. എന്നിട്ട് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് ഒന്ന് പരത്തിയെടുക്കണം. ആ മാവ് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് മുകളിൽ വേണമെങ്കിൽ ഗ്രീൻ ചട്നിയോ അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ആഡ് ചെയ്യാം. ഓപ്ഷണലാണേ, അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് പതുക്കെ റോൾ ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ പതുക്കെ പ്രസ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈവനായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് റൗണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലറി തയ്യാറാക്കണം. മൈദാമാവിനകത്ത് 2 ടേബിൾ സ്പൂൺ മൈദാമാവിനകത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു സ്ലറിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പിൻവീലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം തിളച്ച എണ്ണയിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാവേ. ബേക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു 180 ഡിഗ്രീസിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ, ബ്രൗൺ ആകുന്നവരെ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ പിൻവീൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ നിങ്ങൾ ഈ സ്നാക്ക് ഉണ്ടാക്കി കേട്ടോ. നല്ലൊരു ഗ്രീൻ ചട്നിയുടെ കൂടെയോ അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ സ്നാക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.